ഹേ എവ്രിവൺ, വെൽക്കം. ഞാൻ ഇങ്ങനെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നും കാണാറൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലാകെ കുറച്ച് നിയോൺ പെൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ആ ഫോൺസ് എഴുതിയേക്കൊന്നും വലിയ രസമൊന്നുമായിട്ട് വന്നിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ടാബുണ്ട്, ഒരു ഫ്ലവർ പോട്ടുണ്ട്, പിന്നെ ഒരു കൊട്ടയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ജേർണൽ ചെയ്യാനുള്ള ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്ബുക്കിലാണ് ചെയ്തത്. അയനോ 5 പഠിക്കുന്ന പിള്ളേരൊക്കെ ഇതിനേക്കാൾ സൂപ്പറായിട്ട് ചെയ്യും. പക്ഷെ ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്താണ്ട. ഞാനിത് ചെയ്യണതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ട്രൈപോഡായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്തത് ഈ 2 മാസ്കിംഗ് ടേപ്പുകളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയാണ് ഞാൻ എൻ്റെ ഫോൺ വെച്ചത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ എൻ്റെ ടാബിൽ ഇങ്ങനെ ടോം ആൻഡ് ജെറി, മിസ്റ്റർ ബീൻ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ സമയം 1:23 കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:23 രാവിലെ 1:23. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമുക്കൊരു പീസ് കിട്ടുന്നത്. എനിക്ക് പഠിക്കാനും ഈ ഒരു ടൈമൊക്കെയാണ് ഇഷ്ടം. ഞാനൊരു 1 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാനിങ്ങനെ വരച്ചൊക്കെ കഴിഞ്ഞിട്ട് ആകെ മെസ്ഡപ്പായിട്ട് കിടക്കുകയായിരുന്നു എൻ്റെ ടേബിള്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് ഏതായാലും 1:23 പിന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച്. നിയോൺ പെൻസൊന്നും കുറച്ച് എൻ്റെ കയ്യിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ കുറച്ചൊക്കെ ഇട്ടിട്ട് പോന്ന്. പിന്നെ ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള പറയുന്നത് പോലെ ഞാൻ ഉള്ളത് വെച്ചാണ് ഈ ജേർണൽ ചെയ്തത്. കുറേ ആയി വരച്ചിട്ടൊക്കെ, അതുകൊണ്ട് കൈയൊന്നും വഴങ്ങണ്ടായില്ല. പിന്നെ ആ എഴുതാനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് മീൻസ് അങ്ങനെയല്ല, ഒന്ന് കറക്റ്റായിട്ട് വരണുണ്ടായില്ല. കൈ വഴങ്ങാത്തോണ്ടായിരിക്കും. അപ്പം ഇത് നമ്മൾ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ കോർണറിലേക്ക് അങ്ങനെ നീക്കി വെച്ചിട്ട് അടുത്ത് നമുക്ക് സെറ്റാക്കാം. അടുത്തത് ഈ ഫ്ലവർ പോട്ടാണ് കേട്ടോ. ഇനിയുള്ള എൻ്റെ ക്രാഫ്റ്റ് ആർട്ട് വീഡിയോസിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഫ്ലവർ പോട്ട്. എൻ്റെ കയ്യിൽ വേറെ മെറ്റീരിയൽസ് ഒന്നുമില്ല, എല്ലാം മേടിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എങ്കിൽ ഇത് കുറേ നാളായി എൻ്റെ കയ്യിലിരിക്കണേ, നല്ല പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൊട്ട എനിക്ക് ചോക്ലേറ്റ്സ് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ കൊട്ടയിലേക്ക് നമ്മൾ ഫ്ലവർ പോട്ട് വെച്ചിട്ട് ഇത് നമുക്കൊരു കോർണറിലേക്ക് നീക്കി വയ്ക്കാം കേട്ടോ. പിന്നെ ടാബിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഇതിൽ യൂട്യൂബ് ഓണാവുന്നില്ല. ഞാനിപ്പോൾ ക്രോമിൽ നിന്ന് യൂട്യൂബ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വീഡിയോസ് ഓണാക്കി വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് വയ്ക്കാറ്. പിന്നെ ഇത് നമ്മളുടെ ട്രൈപോഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൽ ഈ സാധനങ്ങളൊക്കെയാണ് ഇരിക്കാറ്. ഈ പെട്ടികൾ, ഫോണുകൾ, പൗച്ച്, പിന്നെ വേണ്ടാത്ത ബൾബിൻ്റെ പെട്ടി, എയർപോഡിൻ്റെ പെട്ടി, ചാർജർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ മേശയിൽ ഇരിക്കണത്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്താണ് വയ്ക്കാറ്. പിന്നെ തിരിച്ച് ഇതെടുത്ത് വെച്ചില്ലെങ്കിൽ ഉമ്മിച്ച് നല്ല ചീത്ത പറയും. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കൽ വലിയ ടാസ്ക്കായിരുന്നു കേട്ടോ. ഉമ്മിച്ചെടുത്ത് വച്ചേക്കണ പോലെ തന്നെ എടുത്ത് വയ്ക്കണം. സത്യത്തിൽ വേറെ മേശയൊക്കെ ഉണ്ട്, വേറെ ഒരു 3 മേശയൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എല്ലാ സാധനങ്ങളും ഈ മേശയിലാണ് കാണാൻ പറ്റും. ഈ ചാർജറൊന്നും ശരിക്കും യൂസ് ചെയ്യാറും കൂടിയില്ല, എന്നാലും ഈ മേശയിൽ കാണും. പിന്നെ വണ്ടിയുടെ ചാവി. നെക്സ്റ്റ് പെട്ടികൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. ചാർജറിൻ്റെ പെട്ടിയുണ്ട്, പിന്നെ വേറെ എന്തിൻ്റെയോ പെട്ടിയുണ്ട്, പിന്നെ ബൾബിൻ്റെ പെട്ടിയുണ്ട്. ഇതൊന്നും യൂസ് ആക്കണം കൂടി ഇല്ല. പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. ഉമ്മച്ചി ചീത്ത പറഞ്ഞില്ലെങ്കിൽ എടുക്കാം. പിന്നെ ഈ കവറിൻ്റെ ഉള്ളിൽ കുറേ എന്തൊക്കെയോ മരുന്നുകളൊക്കെയാണ് കേട്ടോ. എല്ലാം ഈ ഒരു ചെറിയ മേശൻ്റെ മുകളിലാണ് വയ്ക്കാറ്. പിന്നെ ഇപ്പോൾ വീട്ടിൽ പെയിൻ്റ് അടിയൊക്കെ നടക്കണോണ്ട് അതിൻ്റേതായ കുറച്ച് സ്പേസ് കുറവൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ മേശയിൽ പിന്നെയും സാധനങ്ങൾ കൂടി.
പൗച്ചും ഈ മേശയിലിരുന്നാണ് കേട്ടോ. ഇപ്പോൾ ഓൾ സെറ്റായിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ശരിക്കും ഈ മേശയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഷോർട്സ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആകെ ആ കൊട്ടയും ആ പൂവും പിന്നെ ടാബും ഇത് മൂന്നുമാണ് വയ്ക്കാറ്. പക്ഷെ കാണുമ്പോൾ നല്ല എസ്തെറ്റിക്കൊക്കെ ആയിട്ട് തോന്നും. ഇതാണ് ഇതിൻ്റെ റിയൽ അവസ്ഥ ഈ മേശേൻ്റെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പെയിൻ്റ് അടിയൊക്കെ കാരണം കൊണ്ട് പിന്നെയും കുറേ സാധനങ്ങൾ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സമയം 1:40 അപ്പോൾ പിന്നെ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എന്നാൽ ബായ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.